കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ കൂടുതൽ മൊഴികൾ പുറത്ത്. ചതുപ്പിലെ കുഴി തുറന്ന അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്ന പ്രതികൾ മൊഴി നൽകി. വിജിലിന്റെ ബൈക്കും ഫോണും ഉപയോഗിച്ചുവെന്നും പ്രതികളുടെ മൊഴി. അതേസമയം കേസിലെ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വിജിലിന്റെ നരഹത്യയിൽ കൂടുതൽ മൊഴികൾ പുറത്തു വരികയാണ്. ഈ ഒരു അസ്ഥികൾ കടലിലൊഴുക്കി അല്ലെങ്കിൽ ചതുപ്പിലെ കുഴി തുറന്ന അസ്ഥികൾ കടലിലൊഴുക്കി എന്നാണ് പ്രതികൾ മൊഴി നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദീപ്തി. നമ്മൾ പൊതുവെ പറയാറുണ്ട് സത്യസന്ധനായ കള്ളൻ എന്ന് പറയുന്ന പോലെ ഈ കേസിലെ പ്രതികൾ ഒരുപക്ഷെ ഇവർ ചെയ്തതിൻ്റെ കൊടും ക്രൂരകൃത്യമാണെങ്കിൽ കൂടിയും അതിനുശേഷം ഇവർ പറയുന്ന പോലീസിന് നൽകിയ മൊഴിയാണ്. പക്ഷേ അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. എലത്തൂർ പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഒന്നാം പ്രതി നിഖിലും മൂന്നാം പ്രതി ദീപേഷും ചില മൊഴികൾ നൽകിയിരിക്കുന്നത്. ആ നിർണായക മൊഴികൾ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ സുഹൃത്തായ വിജിലിനെ മരിച്ചു എന്ന് കരുതി ഇവർ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി അതിനുശേഷം ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 8 മാസം മുൻപ് ഇവർ ഈ കുഴി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന വിജിലിൻ്റെ അസ്ഥികൾ കടലിൽ പോയി ഒഴുക്കിക്കളഞ്ഞു, നിമഞ്ജനം ചെയ്തു. അങ്ങനെ ഈ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയുള്ള ബലിതർപ്പണം നടത്തി എന്നാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സത്യസന്ധനായ കള്ളൻ എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ ഇവർ ചെയ്തത് കൊടും ക്രൂരകൃത്യമാണ്. പക്ഷേ അതിനുശേഷം ഇവരുടെ മനസ്സിനെ വേട്ടയാടിയ കുറ്റബോധം മൂലമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് നിഖിലും ദീപേഷും പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. കാരണം ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി അവിടേക്ക് എത്തുന്നത് അത് മിസ്ലീഡ് ചെയ്യാനാണ്, വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇവരുടെ മൊഴിയെ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന മൂന്നാമൻ രഞ്ജിത്തിന് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിജിലിനെ കൊന്നതിന് ശേഷം വിജിലിനെ കൊന്നതല്ല, അതായത് ഇവർ തമ്മിൽ ആദ്യം മദ്യപിക്കുന്നു 4 സുഹൃത്തുക്കൾ. 2019 മാർച്ച് 24 ഈ സംഭവം. ആ സമയത്ത് ഇവർ കോഴിക്കോട് നഗരത്തിനടുത്ത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, ഒരു ബയോ പാർക്കുണ്ട്. ആ ബയോ പാർക്കിനകത്തുള്ള ആ വനത്തിനടുത്ത് വന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇവർ 4 പേർ, വിജിൽ ഉൾപ്പെടെ 4 പേർ മദ്യപിക്കുന്നു. ഈ 4 പേരും വിജിൽ ഉൾപ്പെടെയുള്ള മറ്റ് 3 പ്രതികളടക്കമുള്ള ആളുകൾ, മരിച്ച വിജിലും മറ്റ് 3 പ്രതികളും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്. അതിനുശേഷം ഇവർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു. ഈ വിജിലിൻ്റെ ശരീരത്തിൽ ഒന്നാം പ്രതി നിഖിൽ അമിതമായ അളവിൽ ബ്രൗൺ ഷുഗർ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടെ അമിതമായി ലഹരി കടന്നത് മൂലം വിജിൽ അബോധാവസ്ഥയിലാകുന്നു. മരിച്ചെന്ന് കരുതി കല്ല് കെട്ടി തൊട്ടടുത്ത ചതുപ്പിൽ താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിലാണ് പോലീസ് പിന്നീട് ഒരു തുടരന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു കുറ്റകൃത്യം തെളിയുകയും ഇത് ആ വിജിൽ മരിച്ചു എന്ന വെളിപ്പെടുത്തൽ മൊഴിയായി ലഭിക്കുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ സ്ഥലത്തെല്ലാം തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലുള്ള 2 പ്രതികളെ, ഒന്നാം പ്രതി നിഖിലിനെയും മൂന്നാം പ്രതി ദീപേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള കസ്റ്റഡി അപേക്ഷ കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ നൽകിയിട്ടുള്ളത്. സാധാരണ കോടതിയുടെ പ്രൊസീജിയർ പ്രകാരം, നടപടിക്രമങ്ങൾ പ്രകാരം കോടതി ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ സമയത്ത് കസ്റ്റഡി അപേക്ഷ നൽകിയാലും അത് ആ സമയത്ത് പരിഗണിക്കാറില്ല. തൊട്ടു പിറ്റേ ദിവസമാണ് പരിഗണിക്കാറുള്ളത്. കാരണം മജിസ്ട്രേറ്റ് മുൻപാകെയാണ് ഇന്നലെ പ്രതികളെ രാത്രിയോടുകൂടി ഹാജരാക്കിയത്. ഓപ്പൺ കോർട്ടിൽ മാത്രമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്കാണ് കോടതി വീണ്ടും ഓപ്പൺ കോർട്ട് തുടങ്ങുക. ആ ഓപ്പൺ കോർട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ ഉച്ചയോടുകൂടിയെങ്കിലും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം? 7 ദിവസം എന്നുള്ളത് ചിലപ്പോൾ കോടതി അത്രയും ദിവസം തന്നെ നൽകണമെന്നില്ല, ചിലപ്പോൾ നൽകിയേക്കാം. അതൊക്കെ
കോടതിയുടെ വിവേചനാധികാരമാണ്. കോടതി ഇനിയിപ്പോൾ അതനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ നൽകിയാൽ പോലീസിന്റെ ആദ്യ ഒരു നടപടി എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഈ വിജിലിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതിന് ചില നിയമപരമായിട്ടുള്ള മറ്റ് വശങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത്തരം അനുമതികൾ നേടിയെടുക്കേണ്ടതുണ്ട്. ആ അനുമതി നേടിയെടുത്തതിന് ശേഷമായിരിക്കും ഇവരെ വാങ്ങി ഇവിടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. കുഴിമാന്തി അവിടെ അസ്ഥിയോ മറ്റ് എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ഈ പ്രതികൾ നേരത്തെ തന്നെ നടത്തി അതായത് കടലിൽ ഈ അസ്ഥികൾ ഒഴുക്കി എന്നതിന് പുറമെ നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട വിജിലിന്റെ ബൈക്ക്, കാരണം ബൈക്കിലാണ് വിജിൽ അന്നേ ദിവസം വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്, പിന്നീട് കാണാതാവുകയായിരുന്നു. അത് സംബന്ധിച്ച പരാതിയാണ് വിജിലിന്റെ പിതാവ് എലത്തൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ നൽകിയത്. ആ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചു എന്നാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. ആ ബൈക്ക് ഇപ്പോൾ അവിടെയുണ്ട്. അതിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ തുടങ്ങിയ, കാരണം 2019 ഈ കേസ് നടക്കുന്നത്. 6.5 വർഷം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ സൂചനകളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം അന്ന് കളഞ്ഞ ഈ മൊബൈൽ ഫോൺ മറ്റൊരിടത്ത് ഉപേക്ഷിച്ചു എന്നാണ്. അത് കൃത്യമായി എവിടെയാണ് ഉപേക്ഷിച്ചത്, അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായ പരിശോധനകൾ നടത്തണം. മാത്രമല്ല ഈ വിജിലിനെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ഇനി അസ്ഥികളോ മറ്റോ കണ്ടെത്തിയാൽ പോലും DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പ്രതികളുടെ മൊഴി ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇത് നിലവിൽ നരഹത്യ കേസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അത്തരം സാധ്യതകളിലേക്ക് കൂടിയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. അതിൽ ഏറെ നിർണായകമാണ് ഈ പുതുതായി പുറത്തു വന്ന മൊഴിയുടെ വിശദാംശങ്ങൾ. ദീപ്തി.